ഇന്ന് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെന്റൻസ് പഠിക്കാം. ബാക്കി വരുന്ന ആഹാരങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കൂ, ഫ്രിഡ്ജിൽ വെക്കൂ എന്നൊക്കെ പറയാറില്ലേ? അത് നമുക്ക് ഇങ്ങനെ പറയാം: സ്റ്റോർ ദ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ്. സ്റ്റോർ ദ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആഹാരങ്ങൾ ഫ്രിഡ്ജിൽ വെക്കൂ എന്നാണ് അർത്ഥം. ഓക്കെ, ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകട്ടെ. അതെങ്ങനെ പറയാം? ലെറ്റ് മീ വാഷ് ദീസ് ഡിഷസ്. ലെറ്റ് മീ വാഷ്, ഞാൻ വാഷ് ചെയ്യട്ടെ. ദീസ് ഡിഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാത്രങ്ങൾ. ഓക്കെ, ലെറ്റ് മീ വാഷ് ദീസ് ഡിഷസ്, ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യട്ടെ. അപ്പൊ ബാക്കിയുള്ള ആഹാരങ്ങൾ ഫ്രിഡ്ജിൽ വെക്കൂ എന്ന് പറയാം എങ്ങനെയാ? സ്റ്റോർ ദ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ്. സ്റ്റോർ ദ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ്. എന്നാ ഞാനിത് ചെയ്യാം. അതെങ്ങനെ പറയും? then I will do it. then I will do it. നീ വാഷ് ചെയ്യുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കുക? were you washing? were you washing? അപ്പൊ നീ പാടുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കുക? were you singing? അപ്പൊ ഇതേ സ്ട്രക്ചറിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? നീ വായിക്കുകയായിരുന്നോ? were you reading? were you reading? അപ്പൊ ഈ സ്ട്രക്ചർ കിട്ടിയാൽ നമുക്ക് ഒരുപാട് സെന്റൻസ് ഉണ്ടാക്കാം. അപ്പൊ നീ പാടുകയായിരുന്നോ? were you singing? നീ പാടുകയായിരുന്നു. അല്ല, ഞാനൊന്ന് ജസ്റ്റ് മൂളുകയായിരുന്നു. no, I was just humming. I was just humming എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് മൂളുകയായിരുന്നു. മൂളിപ്പാട്ടൊക്കെ പാടില്ലേ? now I was just humming. ഇനി നമുക്ക് പൊളൈറ്റ് ആയിട്ട് ഒരാളെ വിളിക്കാൻ എങ്ങനെ ചോദിക്കുക? നിന്റെ അമ്മയൊന്ന് വിളിക്കുമോ? നിന്റെ മദറിനൊന്ന് വിളിക്കുമോ എന്ന് ചോദിക്കാറില്ലേ? could you please call your mother? could you please call your mother? ആര് വിളിക്കണമെന്നാണ് പറയുന്നത്? ആര് വിളിക്കുമെന്നാണ് ഞാൻ പറയേണ്ടത്? who shall I say is calling? who shall I say is calling? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം: may I know who is calling? ആരാണ് വിളിക്കുന്നതെന്ന് പറയാമോ? may I know who is calling? അവളോട് പറയൂ, ഓഫീസിൽ നിന്നും റീനയാണ്. tell her റീന from her office. അവളോട് പറയൂ, tell her റീനയാണ്, അവളുടെ ഓഫീസിൽ നിന്ന് റീനയാണ്. tell her റീന from her office. അപ്പൊ ആര് വിളിക്കുമെന്നാണ് പറയേണ്ടത്? എങ്ങനെ പറയാ? who shall I say is calling? who shall I say is calling? അല്ലെങ്കിൽ may I know who is calling? നീ ഗോതമ്പ് പൊടിച്ചില്ലേ എന്ന് എങ്ങനെ ചോദിക്കാം ഇംഗ്ലീഷില്? didn't you powder the wheat? didn't you powder എന്ന് പറഞ്ഞാല് നീ പൊടിച്ചില്ലേ? didn't you powder the wheat? നീ ഗോതമ്പ് പൊടിച്ചില്ലേ? yes, ഞാനത് ചെയ്തു. yes, I did. yes, I did. എന്നാ അതൊന്ന് അരിക്ക്. then sift it. sift എന്ന് പറഞ്ഞാൽ അരിക്കുക. then sift it. so friends, practice well. if you like this video, please don't forget to share, like and subscribe my channel. thanks for watching.